الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ഖൗൽ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹുവാണ്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഏതു രോഗത്തിനും ശമനമുണ്ട്. ഇന്നല്ലാഹ ലം യുനസ്സിൽ ദാഅൻ ഇല്ലാ അൻസല മഅഹു ശിഫാഅ. അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, അതിൻ്റെ കൂടെ അതിനുള്ള മരുന്നും അതിനുള്ള ശിഫയും ഇറക്കിക്കൊണ്ടല്ലാതെ. അതുകൊണ്ട് സത്യവിശ്വാസികൾ അടിയുറച്ച് വിശ്വസിക്കുക, ശിഫ നൽകുന്നവൻ അല്ലാഹുവാണ്. ഏത് രോഗത്തിനും ശമനമുണ്ട്. അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിച്ച് ധൈര്യമുള്ള ആളുകളായി തങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ പുറത്തിറങ്ങട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വിശ്വാസികൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയണം, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനെക്കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. കാരണം ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ മഅനയുണ്ട്, അർത്ഥമുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിൻ്റെ നാമത്തിൻ്റെ കൂടെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒന്നും തന്നെ യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ നാമം ഓരോ ചലനങ്ങളിലും ഉച്ചരിക്കുക. വൈകുന്നേരവും രാവിലെയും ഈ ഒരു ദിക്ർ 3 തവണ ചൊല്ലിയാൽ തീർച്ചയായും പരീക്ഷണങ്ങളിൽ നിന്ന് അയാളെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന ആ ഒരു മഹത്തായ കലിമത്തിനെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക. അതോടൊപ്പം അല്ലാഹുവിൻ്റെ ഖദറുകളിൽ ഏറ്റവും ഖൈറായ ഖദറിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ ഒട്ടകത്തെ കെട്ടിക്കൊണ്ടാണോ തവക്കൽ ചെയ്യേണ്ടത്, അതല്ല അഴിച്ചു വിട്ടിട്ടാണോ തവക്കൽ ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തെ ആദ്യം കെട്ടണം നീ, എന്നിട്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഖൈറായ ഖദറിനെ തിരഞ്ഞെടുത്തിട്ട് വേണം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിൽ പ്ലേഗ് പിടിപെട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു മദീനയിലേക്ക് വരാൻ തീരുമാനിച്ചു. താങ്കൾ അല്ലാഹുവിൻ്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നഅം, അതെ, നഫിറു മിൻ ഖദരില്ലാ ഇലാ ഖദരില്ലാ. അല്ലാഹുവിൻ്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തെ മേയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പുല്ലുള്ള മൈതാനമാണോ തിരഞ്ഞെടുക്കുക, ഉണങ്ങിയ മൈതാനമാണോ തിരഞ്ഞെടുക്കുക? രണ്ടും അല്ലാഹുവിൻ്റെ ഖദറാണ്. പക്ഷേ ഒട്ടകത്തെ മേയ്ക്കാൻ നിങ്ങൾ പുല്ലുള്ള മൈതാനം തിരഞ്ഞെടുക്കും. എന്നതുപോലെ രോഗസാധ്യതയുള്ള ഒരു ഖദറുണ്ട്, രോഗത്തിൽ നിന്ന് സുരക്ഷിതത്വം നൽകുന്ന മറ്റൊരു ഖദറുണ്ട്. ആ സുരക്ഷിതത്വം നൽകുന്ന ഖദറാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനത് തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പാഠമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരണം, തോറ്റുകൊടുക്കരുത്. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് ഇസ്തിആന നടത്തണം. എന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടും നിങ്ങൾക്ക് വല്ല പരീക്ഷണവും വന്നാൽ
ഖുൽ പറയണം ഖദ്ദറല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഖദറാണ്, മാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. അങ്ങനെ മുസീബത്ത് വന്നാൽ പറയണം ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു വിധിച്ചതല്ലാത്ത ഒരു മുസീബത്തും ഞങ്ങൾക്ക് വരികയില്ല. എന്നിട്ട് പറയണം അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിലേക്കുള്ളതാണ്, അവനിലേക്ക് മടങ്ങിപ്പോവേണ്ടവർ തന്നെയാണ്, ഇവിടെ സ്ഥിരവാസം ആർക്കുമില്ല. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യവും നന്മയും സനായികളും അത്തരം ആളുകൾക്കാണുള്ളത്. അതുകൊണ്ട് ക്ഷമാലുക്കളായി പരീക്ഷണങ്ങൾ നേരിടുക, അല്ലാഹുവിൻ്റെ ഖൈറായ ഖദറിനെ തെരഞ്ഞെടുക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ബിദ്ദുആഇ ഇബാദല്ലാഹ്. തീർച്ചയായും ദുആ, പ്രാർത്ഥന ഇറങ്ങിയ പരീക്ഷണങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടിമകളെ, ദുആ ചെയ്യൂ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ. അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ്സൂ, വിഷമസന്ധിയിൽ അകപ്പെടുന്നവന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനക്കുത്തരം നൽകാൻ അല്ലാഹു അല്ലാതെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടും ശിർക്കൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമല്ല നാം പരീക്ഷണങ്ങളെ തടയാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് ഏകനായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അവൻ പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅസ്മാഇകൽ ഹുസ്ന وصفاتك العلى أن تحفظنا من جميع الأسقام والأمراض يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات. اللهم وفق رئيس الدولة وسائر حكام الإمارات يا أرحم الراحمين. اللهم احفظ بلادنا وسائر البلاد من كل الفتن ما ظهر منها وما بطن ومن كل سيء الأسقام والأمراض والأوبئة يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.